സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡോട്ട് നെറ്റ് കോറിനകത്ത് നമുക്ക് ഓത്തൻറ്റിക്കേഷൻ മിഡിൽ വെയർ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് എൻഡ് സൈഡിൽ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ് സൈഡിൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു നാവിഗേഷൻ ബാർ നമുക്കിവിടെ കൊണ്ടുവരണം. സോ നാവിഗേഷൻ ബാർ നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മളിവിടെ ബൂട്ട് സ്ട്രാപ്പിൻ്റെ സ്റ്റൈലിംഗ് ഉള്ള നാവ് ബാർ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഡോക്സിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. നാവ് എന്ന് പറയുന്ന സെക്ഷൻ ഇതാണ് നമ്മുടെ ഒരു നാവിഗേഷൻ ബാറിൻ്റെ എക്സാമ്പിൾ. അതിൻ്റെ കോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ നാവിഗേഷൻ ബാർ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ എക്സാമ്പിൾസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിന് വേണ്ടി. ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്ത UI ആണ് ഇത് ഇത്രയും എക്സാമ്പിൾസ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കെറോസൽ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. അതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നാവിഗേഷൻ ബാർ നമുക്കിവിടെ കാണും. ഓക്കെ, ഹോം, ലിങ്ക്, ഡിസേബിൾഡ്, സെർച്ച്, ഇങ്ങനെ ഒരു നാവിഗേഷൻ ബാർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനമായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ HTML കണ്ടന്റ് എടുക്കാനായിട്ട് നമ്മളിവിടെ ഈ നാവിഗേഷൻ ബാറിനകത്തോട്ട് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് കൊടുക്കുക. ഇൻസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നാവ് എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട്. ഈ എലമെൻ്റ് ആണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നാവിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ട് നമ്മളിവിടെ ഔട്ടർ HTML ആയിരിക്കും ഞാനിവിടെ കൊടുക്കുന്നത്. അത് നിങ്ങൾ ക്രോമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ കോപ്പി എലമെൻ്റ് എന്ന് പറഞ്ഞായിരിക്കും അവിടെ ഓപ്ഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഫയർഫോക്സ് ആയതുകൊണ്ട് ഇവിടെ കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ഇന്നർ HTML, ഔട്ടർ HTML അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിവിടെ ഔട്ടർ HTML ആണ് വേണ്ടത്. അതായത് നാവ് ബാർ, നാവ് എലമെൻറ്റും അതിനകത്തും കൂടെ ചേർന്നുള്ളൊരു കണ്ടൻ്റാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇത് കോപ്പി ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ നമ്മുടെ ആംഗുലർ പ്രോജക്റ്റിനകത്ത് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു കോമ്പോണൻറ്റ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ കോമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കമാൻഡ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കോമ്പോണൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ NG കൊടുത്തതിന് NG സ്പേസ് G എന്ന് പറയുന്ന ഒരു ലെറ്റർ, G എന്ന് പറഞ്ഞാൽ ജനറേറ്റ്, അത് കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ട് C കൊടുക്കണം. C എന്ന് പറയുന്നത് കോമ്പോണൻറ്റ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോമ്പോണൻറ്റിൻ്റെ പേര്. ഇപ്പോൾ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നാവ് ബാർ കോമ്പോണൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നാവിഗേഷൻ ബാർ കോമ്പോണൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്താണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഈ നാവ് ബാർ കോമ്പോണൻറ്റിനകത്ത് നമുക്കിവിടെ 4 ഫയൽസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നത്. HTML, spec.ts, TS, CSS ഫയൽ. ഈ 4 എണ്ണത്തിൽ നമ്മൾ 3 എണ്ണമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. HTML, TS, CSS. spec.ts എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കിവിടെ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഒരു ഫയൽ നമുക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഈ കോമ്പോണൻറ്റിൽ നമുക്ക് 3 ഫയൽസ് ആണ് മെയിനായിട്ട് വേണ്ടത്. ഇതാണ് നമ്മുടെ HTML ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ എലമെൻ്റ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു എക്സാമ്പിളിലുള്ള സാധനമായിരിക്കും എടുക്കുന്നത്. അതിൽ കോപ്പി കൊടുത്തിട്ട് ഔട്ടർ HTML എടുത്തിട്ട് ഇത് കളഞ്ഞിട്ട് ഞാൻ ഇതങ്ങ് പേസ്റ്റ് ചെയ്യും. സോ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നാവ് ബാറിൻ്റെ HTML ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കറോസൽ മാറ്റിയിട്ട് ഞാനിവിടെ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചുമ്മാ ഒരു നെയിമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ നെയിം വല്ലതും കൊടുക്കാം. പിന്നെ ഹോം, ഡിസേബിൾഡ് അങ്ങനെ പറഞ്ഞ ഒരു സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ HTML കണ്ടന്റ് നമ്മളിവിടെ നാവ് ബാർ കോമ്പോണൻറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ app.component.html നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ എല്ലാം ആപ്പ് കോമ്പോണൻറ്റ് HTML ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് നാവ് ബാർ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നാവ് ബാർ ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ റൂട്ട് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ നാവ് ബാർ കോമ്പോണൻറ്റ് TS പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെലക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സെലക്ടർ ആയിരിക്കും നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, app-nav bar കോമ്പോണൻറ്റ്, ആപ്പ് - കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് നമ്മൾ കൊടുത്ത നെയിം ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഈ ഒരു സാധനം എടുക്കുക, ഇത്രയും കോപ്പി ചെയ്തിട്ട് നമ്മൾ ആപ്പ് കോമ്പോണൻറ്റ് HTML നമ്മളിവിടെ അതിന് നമ്മളിങ്ങനെ ഒരു സാധനം കൊണ്ടുവരും.
ഇവിടെ ഇസ് നോട്ട് എ നോൺ എലമെന്റ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് ആപ്പ് നാവ് ബാർ കോമ്പോണന്റ് നമ്മളിവിടെ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരാനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ നാവ് ബാർ കോമ്പോണന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇവിടെ നാവ് ബാർ കോമ്പോണന്റ് അറിഞ്ഞാണ് വന്നത്. കാരണം ഞാനിവിടെ നെയിം കൊടുത്തിരിക്കുന്നത് ഇത്രയാണ്. നാവ് ബാർ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, രണ്ട് നെയിമും ഇവിടെ വന്നിരിക്കുക. ഓക്കെ, സോ ഈ ഒരു നാവ് ബാർ കോമ്പോണന്റ് ആയിരിക്കും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടേക്കാണോ കോമ്പോണന്റ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഈ സാധനം ഇമ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ കോമ്പോണന്റ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മൊത്തത്തിൽ അങ്ങ് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരണം. ഓക്കെ, സോ നമ്മളിവിടെ റൺ ചെയ്തിട്ടില്ല. ng സെർവ് അടിക്കണം. ng സ്പേസ് സെർവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ നാവിഗേഷൻ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാവിഗേഷൻ ബാറിൽ നമ്മളിവിടെ ഹോം ലിങ്ക് ഡിസേബിൾഡ്, അതുപോലെ സെർച്ച് എന്ന് പറഞ്ഞിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാറ്റിപ്പിടിക്കാനായിട്ട് നമ്മളിവിടെ നാവ് ബാർ HTML-നകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സെർച്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സെർച്ചിന് പകരം നമ്മൾ ടൈപ്പ് സെർച്ച് അല്ല ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡാണ് കൊടുക്കുന്നത്. യൂസർ നെയിം ആരിയ ലേബിളൊന്നും വേണ്ട, നമുക്ക് ഇത്രയും സാധനമുണ്ട്. ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ലോഗിൻ ബട്ടൺ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സാധനം വന്നിട്ടുണ്ട്. ഇനി ഞാനിതങ്ങ് മിനിമൈസ് ചെയ്ത, അതായത് ബ്രൗസർ ഞാൻ ഇവിടെ മിനിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരും, ഹാംബർഗർ ഐക്കൺ പോലത്തെ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് റെസ്പോൺസീവ് ഐക്കൺ ആണ്. ഓക്കെ, റെസ്പോൺസീവ് ആകുമ്പോൾ നമുക്ക് ഇവിടെ വല്ല കൺട്രോൾസ് നിൽക്കുന്നില്ലെങ്കിൽ അത് നേരെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കാണിക്കും. നമുക്ക് ശരിക്കും ഇത്രയും സാധനം വേണ്ട, കൊളാപ്സ് സാധനം വേണ്ട നമുക്ക്. നാവ് ബാറിന്റെ സാധനം അപ്പോൾ അത് നമുക്ക് അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് കണ്ടെയ്നർ -ഫ്ലൂയിഡ് മാറ്റിയിട്ട് കണ്ടെയ്നർ ആക്കാം. ഓക്കെ, ഇവിടെ ബട്ടൻ്റെ ഒരു സാധനമുണ്ട്, ഐക്കണ്. നമുക്ക് ഐക്കണിൻ്റെ ഈ ഒരു സാധനം നമുക്ക് വേണ്ട. നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്നർ ഫ്ലൂയിഡ് മാറ്റിയപ്പോൾ നമ്മുടെ കണ്ടന്റ് എല്ലാം നടുക്കാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർ വേ എന്ന് പറയുന്നത്. ഞാനിതിവിടെ മിനിമൈസ് ചെയ്താൽ നമുക്കിവിടെ സാധനം കാണത്തില്ല. അത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ നാവിഗേഷൻ ബാർ നമുക്കിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മളുടെ ഇങ്ങനെയാണ് ബൂട്ട് സ്ട്രാപ്പിൻ്റെ നമുക്ക് കൺട്രോൾസ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. സോ നാവിഗേഷൻ ബാർ ആഡ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് കുറച്ചുകൂടെ നോക്കാം.